കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമേകുന്ന കാഴ്ചയായാലോ ഇനി. വിഷു എത്തും മുമ്പേ ദേശീയപാതയ്ക്കരികിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കണിക്കൊന്നകൾ ഏവരുടെയും മനം കവരും. ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH 66, ആണങ്കൂർ, കാസർഗോഡ്. മേടമാസം വിരുന്നെത്തുന്ന വിഷുവിന് മുന്നേ കണിക്കൊന്നകൾ പൂത്തു തളിർത്തു. കൊടുംവേനലിന് തൊട്ടു മുന്നേ പൂവിടുകയും കാലവർഷം എത്തുമ്പോഴേക്കും കായ്കൾ വിത്തുവിതരണത്തിന് പാകമാവുകയും ചെയ്യുന്ന പതിവ് ശീലമെല്ലാം കാലം തെറ്റി. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യുന്നവയായിരുന്നു കണിക്കൊന്നകൾ. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷം എത്തുമെന്നായിരുന്നു പഴമക്കാരുടെ നിരീക്ഷണം. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം കാലവും കണക്കും തെറ്റിച്ച് ഇന്ന് വഴിനീളെ കണിക്കൊന്നകൾ പൂവിട്ട് നിൽക്കുന്നത് കൗതുകം ഉണർത്തുകയാണ്. വിഷുവെത്താൻ ഇനിയും 1 മാസത്തിലേറെ സമയമുള്ളപ്പോഴാണ് കണിക്കൊന്നകൾ നേരത്തെ പൂവിട്ടിരിക്കുന്നത്. ചൂട് ശക്തമാകുമ്പോൾ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് കുറയുകയും ചെടികൾ അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ സ്വയം പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നതിനാലാണ് ഇത്തരത്തിൽ കണിക്കൊന്നകളുടെ പൂവിടൽ സമയങ്ങളിൽ വ്യത്യാസം വരുന്നതെന്ന് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദഗ്ധർ പറയുന്നു. കണിക്കൊന്നകൾ സാധാരണയായി 1 തവണ പൂക്കുന്നവയാണ്. എന്നാൽ കാലാവസ്ഥയിലെ മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം കൂടുമെന്നാണ് മറ്റൊരു ശാസ്ത്രീയ വശം. കേരളത്തിൽ സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന ജനുവരി ഫെബ്രുവരിയോടെ പൂക്കുകയാണിപ്പോൾ. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാവുന്ന കണിക്കൊന്നകളുടെ ബയോസെൻസിംഗ് പവറാണ് ഇതിന് കാരണമെന്നാണ് സസ്യശാസ്ത്രജ്ഞർ പറയുന്നത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.